കൊളസ്ട്രോൾ റിപ്പോർട്ട് വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത പരാതിക്കാരിയോടാണ് ഈ ചോദ്യം. ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റ്, നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാം ദേവരാജ്, ഗുഡ് ഈവനിംഗ്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന നിർണായകമായ പരാമർശങ്ങളും ഈ അറസ്റ്റ് തടയുന്നതിനൊപ്പം തന്നെ നമ്മൾ കാണുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ കണ്ടത്? തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞത്. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. നേരത്തെ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് 376 വകുപ്പ് അനുസരിച്ച് ബലാത്സംഗ കുറ്റമാണ് വേടനെതിരെ ചുമത്തിയിരുന്നത്. ഈ കേസിലാണ് കോടതി അടുത്ത തവണ മറ്റൊരു ഉത്തരവുണ്ടാകുന്നവരെ അല്ലെങ്കിൽ അടുത്ത തവണ കേസ് പരിഗണിക്കുന്നവരെ വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിൽ ഹൈക്കോടതി ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ വാദം കേട്ടത് പരാതിക്കാരിയുടെ വാദങ്ങളാണ്. ആ പരാതിക്കാരിയുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ പരാതിക്കാരിയോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ച ചോദ്യങ്ങൾ ഇവയാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകും എന്ന കാര്യം ഹൈക്കോടതി ചോദിക്കുന്നു. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത പരാതിക്കാരിയോടാണ് ഈ രീതിയിലുള്ള ഒരു ചോദ്യം ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. തെളിവുകൾ പരിഗണിച്ച് മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്നും കോടതി വ്യക്തമാക്കുകയാണ്. പരാതിക്കാരിയോട് വാദത്തിനിടെ വ്യക്തമാക്കുകയാണ് ചെയ്തത്. വേടൻ വലിയ ഇൻഫ്ലുവൻസർ ആണ് എന്ന കാര്യം പരാതിക്കാരി വാദമായി ഉന്നയിച്ചു. വേടൻ ഇൻഫ്ലുവൻസർ ആണോ അല്ലയോ എന്നതല്ല, വ്യക്തി എന്നതാണ് കോടതിക്ക് മുന്നിലുള്ള പ്രശ്നമെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. വേടന്റെ മറ്റു കാലത്ത് നേരത്തെയുള്ള വേടനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്ന കാര്യവും അതിൽ വേടൻ പരസ്യമായി മീറ്റു ആരോപണങ്ങൾ ഉയർന്നതിൽ പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ക്ഷമ ചോദിച്ചിട്ടുണ്ടെന്ന കാര്യവും കൂടി പരാതിക്കാരി ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അതിലാണ് വേടനെതിരെ നിരവധിയായ മീറ്റു ആരോപണങ്ങൾ ഉണ്ടായെന്ന് പരാതിക്കാരി ഹൈക്കോടതിയിൽ പറയുന്നത്. ആ സമയത്ത് സമൂഹ മാധ്യമത്തിൽ വേടൻ ക്ഷമാപണം നടത്തിയെന്ന് കൂടി പരാതിക്കാരി കോടതിയെ അറിയിക്കുകയും ചെയ്തു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയുടെ വാദം എന്നായിരുന്നു ആ ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാനാകില്ല എന്നുകൂടി ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലുവൻസർ ആണോ അല്ലയോ എന്നതല്ല കോടതിക്ക് മുന്നിലുള്ള പ്രശ്നം. ഒരു വ്യക്തി ഒരു കുറ്റകൃത്യത്തിൽ പ്രതിയാണെങ്കിൽ അത് വ്യക്തി എന്ന നിലയിലാണ് കോടതിയുടെ മുന്നിലുള്ള പ്രശ്നം. എല്ലാവരും അമർ ചിത്രകഥ വായിച്ചാണ് കുട്ടിക്കാലത്ത് വളർന്നു വന്നത്. അവർക്കെല്ലാം രാമായണവും മഹാഭാരതവും ഉൾപ്പെടെയുള്ള പുരാണ കഥകൾ നന്നായി അറിയാം എന്ന കാര്യവും കൂടി ഹൈക്കോടതി വിമർശനമായി തന്നെ ഒരു ഘട്ടത്തിൽ നിരീക്ഷിക്കുകയും ചെയ്തു, പറയുകയും ചെയ്തു. എന്തായാലും വേടനെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന നിലപാടാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അത് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വേടന്റെ അറസ്റ്റ് തടയുന്ന നടപടിയിലേക്കാണ് ഹൈക്കോടതി എത്തുകയും ചെയ്തിട്ടുള്ളത്. സുജയ, പരാതിക്കാരിയോട് കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞു ആ ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ കേസിന്റെ മെറിറ്റിലേക്ക് വരുമ്പോൾ വേടനെതിരെ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്നാൽ അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മയിലേക്ക് എത്തിയ ഒരു കാലഘട്ടത്തിലാണ് അവർക്ക് ഈ പരാതിയിലേക്ക് വരുന്നത് എന്നതുകൂടി കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായി വരികയില്ല. അത് മറ്റു കേസുകൾക്കും ബാധകമാകുന്ന തരത്തിലുള്ള ഒരു കമന്റായി വരികയില്ലേ ഇതിന്റെ ഒരു ഫൈനൽ വേർഡിക്റ്റിലേക്ക് എത്തുമ്പോൾ? സുജയഭാഗവതി, നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. ഇത് ഇക്കാര്യത്തിൽ ഈ കേസിനെ സംബന്ധിച്ചാണ് കോടതി അക്കാര്യം പരിഗണിക്കുന്നതും കോടതി അക്കാര്യത്തിൽ ഒരു നിരീക്ഷണം നടത്തുന്നതും. ഇന്നലെ വാദം കേൾക്കുമ്പോൾ വേടനെതിരെ നിരവധിയായ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യം പരാതിക്കാരി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് മുഖ്യമന്ത്രിക്കടക്കം പരാതി ലഭിച്ചു. മുഖ്യമന്ത്രി ആ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് അന്വേഷണത്തിനായി കൈമാറിയിട്ടുണ്ടെന്ന കാര്യവും അറിയിച്ചിരുന്നു. അതുകൊണ്ട് കൂടി വേടന് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന കാര്യമാണ് പരാതിക്കാരി ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ ഹൈക്കോടതി ഇന്നലെ ആ ഘട്ടത്തിൽ പറഞ്ഞത് ഓരോ പരാതിയും അതിന്റേതായ മെറിറ്റിൽ പരിശോധിക്കണം എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്.